വരുന്നുണ്ട്. ഓഫർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ പലതവണയായി 25 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയാണ് ബിജെപി സംസ്ഥാന സമിതി അംഗം കെ.എൻ. ഗീതാകുമാരി ഉന്നയിക്കുന്നത്. മുൻ വനിതാ കമ്മീഷൻ അംഗം ജെ. പ്രമീളാദേവിയുടെ PA എന്ന നിലയിലാണ് അനന്തു പണം വാങ്ങിയത്. അനന്തുവിനെ വിശ്വസിക്കാമെന്ന് പ്രമീളാദേവി പറഞ്ഞു. അനന്തു നൽകിയ ചെക്ക് മടങ്ങിയതോടെ കോടതിയെ സമീപിച്ചെന്നും അനന്തുവിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ലാലി വിൻസെന്റ് ആണെന്നും ഗീതാകുമാരി പറഞ്ഞു. സത്യസായി സേവാ സമിതി കോർഡിനേറ്റർ ആനന്ദകുമാറാണ് പല വേദികളിലും അനന്തുവിനെ അവതരിപ്പിച്ചതെന്നും ഗീതാകുമാരി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അനന്തകൃഷ്ണനെതിരെ കൂടുതൽ പരാതികളാണ് ഓരോ ദിവസവും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് BJP സംസ്ഥാന സമിതി അംഗം കെ.എൻ. ഗീതാകുമാരിയാണ്. ഈ അനന്തകൃഷ്ണനുമായിട്ട് പരിചയമുണ്ടായിരുന്നോ? അനന്തകൃഷ്ണനായിട്ട് പരിചയമുണ്ടായിരുന്നു. കാരണം ഞാനൊരു പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് പൊതുരംഗത്തുള്ള പലരുമായിട്ടും പരിചയപ്പെടാനും ഇടപെടാനും ഒക്കെ താല്പര്യം കാണിക്കുന്ന ആളായിരുന്നു. എപ്പോഴാണ് ഈ പൈസ നഷ്ടപ്പെട്ടത്? അല്ലെ എന്ത് പറഞ്ഞാണ് സമീപിച്ചത്? അതൊരു ഇത്തിരി ദീർഘമുള്ളൊരു സംഭവമാണ്. ഞാൻ NSSൻ്റെ വിവിധ സ്കൂളുകൾ, അതായത് ആലക്കോട് തൊട്ട് ആലപ്പുഴ വരെയുള്ള നിരവധി സ്കൂളുകളിൽ ജോലി ചെയ്ത് 36 കൊല്ലത്തെ അനുഭവമുള്ള ആളാണ്. പിന്നെ ഈ മുട്ടം കോഓപ്പറേറ്റീവ് ബാങ്കിൽ 81 തൊട്ടിട്ട് ഈ 2011 വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെൻഷനേഴ്സ് സംഘിൻ്റെ ആളായിട്ടും ഒക്കെ പെൻഷനേഴ്സ് സീനിയർ സിറ്റിസൺസ് അവരുടെ ബാങ്കിലും ഒക്കെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ കോർഡിനേറ്ററായിരുന്നു. പിന്നെ വിദ്യാരംഗം കലാസാഹിത്യ വിദ്യയുടെ സർക്കാർ നടത്തുന്ന അതിൻ്റെ 12 വർഷം കൺവീനറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളിലുള്ള നിരവധി വ്യക്തികളുമായിട്ട് പരിചയമുള്ള ഒരാളെന്ന പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വനിതാ കമ്മീഷൻ അംഗമായ പ്രമീളാദേവി അവരുടെ പ്രവർത്തനങ്ങൾക്കൊരു സഹായി ആവശ്യമായതുകൊണ്ട് തൊടുപുഴ TVയിൽ വെച്ചൊരു ഇൻ്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂവിൽ എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പം മേലധികാരികളെ കാണുന്നതിനും അവിടെ പിന്നെ സിമ്പോസിയം സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നതിനും പിന്നെ ഡേറ്റ് അറേഞ്ച് ചെയ്യുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അതിൻ്റെ റിപ്പോർട്ട് എഴുതുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ സർക്കാരിലേക്ക് കൊടുക്കുന്നതിനും ഹോൾ അറേഞ്ച് ചെയ്യുന്നതിനും വണ്ടി അറേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ എനിക്ക് ഒരു സഹായിയായിട്ട് പ്രമീളാദേവി ഏൽപ്പിച്ചു തന്ന ആളാണ് അനന്തകൃഷ്ണൻ. അന്ന് പ്രമീളാദേവിയുടെ PA ആയിരുന്നു അനന്തകൃഷ്ണൻ. അങ്ങനെയുള്ള അനന്തകൃഷ്ണനുമായിട്ട് ഇതുപോലെ ഈ കുട്ടികളുടെ മയക്കുമരുന്നിനെതിരെ പ്രതികരിക്കുന്ന അവരെ പ്രാപ്തരാക്കുന്നതിന്, ലവ് ജിഹാദിനെതിരെ പിള്ളേരെ പ്രാപ്തരാക്കുന്നതിന്, പിന്നെ അതുപോലെ തന്നെ പ്രേമത്തിലകപ്പെടുന്ന പിള്ളേർ, കൗമാരപ്രായക്കാരുടെ ചാബല്യങ്ങൾ, അതേപോലെ തന്നെ മൊബൈലിന് അഡിക്റ്റാകുന്ന, ഇങ്ങനെ നിരവധിയായ, അതായത് മുതിർന്ന ആളുകളോടുള്ള ബഹുമാനമില്ലായ്മ, അങ്ങനെ കുട്ടികളിൽ കാണുന്ന സ്വഭാവ ദൂഷ്യങ്ങളും അതുകൂടാതെ തന്നെ അവരെ ശക്തരാക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും ഒക്കെ വേണ്ടി ഈ കിട്ടിയ വേദികൾ ഉപയോഗിക്കുന്നതിന് അനന്തവുമായി ഞാൻ ധാരാളം യാത്രകൾ ചെയ്യുകയും ധാരാളം പരിപാടികൾ സാമ്പത്തിക തട്ടിപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രമീളാദേവിയുടെ കാലഘട്ടം തീരുകയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അനന്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ പൈസയൊന്നും ചോദിക്കരുത്, TA ചോദിക്കരുത്, DA ചോദിക്കരുത്, റിമ്യൂണറേഷൻ ചോദിക്കരുത്, അതൊക്കെ പിന്നെ പ്രമീളാദേവിക്ക് കിട്ടുമ്പോൾ ഞാൻ വഴി കൊണ്ട് തന്നോളാം എന്ന് പറഞ്ഞു. പിന്നീട് തുടർന്ന് ഇവന് ജീവിക്കാൻ മാർഗ്ഗമില്ല, ശമ്പളമില്ല. അപ്പം ഞാൻ പല ഉപാധികളും പറഞ്ഞു. IAS പഠിക്കുക, IPS പഠിക്കുക, നീ നല്ലൊരു വ്യക്തിയായിട്ട് വരാനൊക്കെ പറഞ്ഞു. അതൊന്നും അവന് സ്വീകാര്യമല്ല. ഒരു ഹോട്ടൽ ഏറ്റെടുത്ത് നടത്താൻ, ഇവിടെ ഒരു ഹോട്ടൽ വിൽക്കാനുണ്ട്, അത് ഏറ്റെടുത്ത്. അപ്പോൾ ഇതൊക്കെ വളരെ പതുക്കെ പൈസയൊക്കെ ആവുകയുള്ളൂ. എനിക്കിപ്പോൾ തൽക്കാലം ഉടനെ തന്നെ നിലനിൽപ്പിന് കുറേ പൈസ ആവശ്യമാണ്. അവിടെ കോട്ടമല എസ്റ്റേറ്റ് പിന്നെ മദ്രാസിൽ അങ്ങനെ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നതിനും മൗലാന അബ്ദുൽ കലാം ഹോസ്പിറ്റൽ വിലയ്ക്ക് വാങ്ങുന്നതിനും വേണ്ടി ഏതോ ഒരു വലിയ നേതാവ് മദ്രാസിലുണ്ട്. അയാൾ 300 കോടി രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ പോർഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവന് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടും. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ റൂഫിങ് നടന്നിട്ടില്ല, പ്ലംബിങ് നടന്നിട്ടില്ല, വയറിങ് നടന്നിട്ടില്ല, ഇവൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ടില്ല, അതിനൊരു 100 പവനോളം സംഘടിപ്പിക്കണം, വിരുന്ന് ആൾക്കാരെ വിളിക്കാൻ 10,000 പേരെ വിളിക്കണം, ഇവന് വാഹനമില്ല, ഇവന് ജോലിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് പരിഹരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രമേളയോടും ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ അമ്മയോടും ചോദിക്കുന്നുണ്ട്, സാമ്പത്തിക അച്ചടക്കം ഉണ്ടോ, ഇവന് ഞാൻ പൈസ കൊടുക്കണോ, കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് തിരിച്ചു കിട്ടുമോ? ഇവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇവൻ പിന്നെ കള്ളു കുടിക്കുകയില്ല, ബീഡി വലിക്കുകയില്ല, ചായ കുടിക്കത്തില്ല, പിന്നെ ഒരു ലൈനില്ല, ഇവൻ്റെ പ്രായത്തിലുള്ള പെൺപിള്ളേരുമായിട്ടൊരു ലൈനൊന്നുമില്ല, സന്യാസ ജീവിതം നയിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് 100% വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടംപോലെ പൈസ ഇവൻ്റെ കൊടുത്തയച്ചിട്ടുണ്ട്. പുത്രഭാവേന ഞാൻ കൊണ്ടു നടക്കുന്ന പയ്യനാണെന്നാണ് പ്രമീളാദേവി പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്നെപ്പറ്റി എല്ലായിടത്തും അന്വേഷിച്ചില്ലേ, ആരും എന്നെപ്പറ്റി മോശം പറഞ്ഞല്ലോ, ഇനി ടീച്ചറിന്
തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ പെട്ടുപോയതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത പൈസ എൻ്റെ ചിട്ടികളെല്ലാം പിടിച്ചിട്ടും എൻ്റെ സ്വർണ്ണമെല്ലാം പണയം വെച്ചും പലരോടായിട്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ കടം വാങ്ങിച്ചുമൊക്കെയാണ് 25 ലക്ഷം രൂപ ഈ കോട്ടമല എസ്റ്റേറ്റിൽ ഇവന് ജോലി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കോട്ടമല എസ്റ്റേറ്റിൽ ഇതെല്ലാം ഭദ്രമായെന്നും നേരിട്ട് എന്നാൽ അവിടെ വെച്ച് എനിക്ക് പൈസ തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ മദ്രാസിലേക്ക് ഇവൻ്റെ കൂട്ടത്തിൽ പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് കാവേരി നദീജല തർക്കമായതുകൊണ്ട് മദ്രാസ് മുഴുവൻ ബ്ലോക്കാണ്, ബന്ദാണ്. ഒരു ചായ പോലും കിട്ടാതെ തിരിച്ചു വരിക ചെയ്ത്. അപ്പോൾ എനിക്ക് സംശയമായി. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു സംഭവമൊന്നും ഇല്ല എന്നുള്ള അറിവാണ് ഉണ്ടായത്. അതോടുകൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കുന്നു. അത് പിന്നെ കേസായി മാറുന്നു. ആ കേസ് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവന് കേസാകുന്നതിന് മുമ്പ് തന്നെ ഇവൻ എനിക്കിതിന് ചെക്ക് തന്നായിരുന്നു. ആദ്യം ഒരു ചെക്ക് തന്നു. ആ ചെക്ക് കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് വന്ന് സ്റ്റേറ്റ് ബാങ്കിൽ വന്ന് മടങ്ങുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത്തെ ചെക്ക് തരുന്നു, അതും മടങ്ങുന്നു. മൂന്നാമത്തെ ചെക്ക് തരുന്നു, അതും മടങ്ങുന്നു. നാലാമത്തെ ഇങ്ങനെ നിരവധി ചെക്കുകളൊക്കെ തന്നു. അവസാനത്തെ ചെക്ക് തരാൻ ഒത്തിരി കാലതാമസം എടുക്കുന്നു. 5-6 മാസമായിട്ടും ചെക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ മുട്ടം പോലീസ് സ്റ്റേഷനിലെ സ്വരൂപ് സാറുമായിട്ട് ബന്ധപ്പെടുകയും ഇവനെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി എനിക്ക് ചെക്ക് എഴുതി മേടിച്ചു തരികയും ചെയ്തു. ആ ചെക്ക് ഉൾപ്പെടെ കുറേ നാൾ വീണ്ടും കാത്തിരുന്നിട്ടും അതും മടങ്ങിയിട്ടും പൈസ കിട്ടുന്നില്ല. അങ്ങനെയാണ് പിന്നീട് കേസിലേക്ക് പോകുന്നത്. ഇത് ഏത് വർഷമായിരുന്നു ഈ സംഭവം നടക്കുന്നത്? 2016-17 സമയങ്ങളിലാണ് ഇവന് പൈസയെല്ലാം എന്നോട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം 2018 കേസെല്ലാം ഇവന് വക്കീൽ നോട്ടീസൊക്കെ അയക്കുന്നത്. അതിനൊന്നും മറുപടി കൊടുത്തില്ല. 2019 കോടതിയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് ഈ ആൾ ഒരു തട്ടിപ്പുകാരനാണ് എന്നൊരു തോന്നൽ വന്ന ശേഷം എന്തെങ്കിലും സൂചന വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നു? നിങ്ങളുമായിട്ട് പരിചയമുള്ള ആർക്കെങ്കിലുമൊക്കെ? ഇവിടെ നാട്ടിലൊക്കെ ധാരാളം പേർക്ക് ഇവൻ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസയെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അവൻ ഇപ്പം തരാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് പറഞ്ഞത് ഞാൻ കേസിന് പോയതുകൊണ്ട് കേസ് കൊടുത്ത് മേടിച്ചോട്ടെ, അതുകൊണ്ട് എൻ്റെ പൈസ തരാൻ ഇപ്പോൾ ഉടനെ സാധ്യതയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവൻ സംസാരിച്ചതും പിന്നീടുള്ള ഇടപാടുകളും അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ ഇവൻ്റെ വക്കീലായിട്ട് എന്നെ വിസ്തരിച്ചത് ലാലി വിൻസെൻ്റ്. അപ്പോൾ ലാലി വിൻസെൻ്റ് പറയുന്നത് യാത്രക്കിടയിൽ അവൻ്റെ ആധാരങ്ങളും കെട്ടുകളും രേഖകളും ചെക്ക് ബുക്കും ഒക്കെ എന്നെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച സമയത്ത് അതിൽ നിന്നൊരു ചെക്ക് ബുക്ക് ഞാൻ അടിച്ചു മാറ്റിയിട്ട് കള്ളക്കേസ് അനന്തുവിൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് അനന്തു എനിക്ക് പൈസയൊന്നും തരാനില്ലെന്നാണ് കോടതിയിൽ ലാലി വിൻസെൻ്റ് വാദിച്ചത്. നാളിതുവരെ അനന്തു കോടതി വന്നിട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് തട്ടിമുട്ടി അവൻ കോടതി വന്നിട്ടേ ഇല്ല. ഇതുവരെ വിസ്താരം ഒന്നും ആയിട്ടുമില്ല, ഇത്രയും വർഷങ്ങളായിട്ടും. ഇന്നും കോടതിയിൽ എൻ്റെ കേസിൻ്റെ ആയിരുന്നു. ഞാൻ ഇവന് ജയിലിലായതുകൊണ്ട് ഞാൻ പോയുമില്ല. ഈ പൈസ ഒന്ന് വാങ്ങിത്തരണമെന്നും പറഞ്ഞ് ഞാൻ ഈ ആനന്ദകുമാറിനെ കാണുകയുണ്ടായി. ആനന്ദകുമാർ എന്നെ നിരവധി ദിവസം ഫോണിൽ വിളിക്കാം. ആരാണ് ഈ ആനന്ദകുമാർ? ആനന്ദകുമാർ സത്യസായി സേവാ സമിതിയുടെ ആളായിട്ട് അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. വലിയൊരു ആത്മീയ ആചാര്യനെ പരാതിയുമായി ബിജെപി സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരിയും രംഗത്തെത്തുകയാണ്. മുൻ വനിതാ കമ്മീഷൻ അംഗം J പ്രമീളാദേവിയുടെ PA എന്ന നിലയിൽ അനന്തുവിനെ പരിചയപ്പെടുകയും പലതവണയായി അനന്തു പണം വാങ്ങുകയും ചെയ്തു എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്.